ഹലോ ഹലോ, ഇത് ശ്രീജയുടെ വീടല്ലേ? അതെ അതെ, ഞാൻ ശ്വേതയുടെ ഫാദറാ. പറയൂ. അതെ, ശ്വേത ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ശ്രീജ എത്തി, വിളിക്കണോ? വേണ്ട, ശ്വേതയുടെ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ നമ്പർ കിട്ടുമോ? അക്ഷരയുടെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കൂ, അവരൊരുമിച്ചായിരിക്കും. ഓ ശരി. ആ മോളെ, ചേച്ചിയുടെ കോളേജ് ഡയറി എടുത്ത് ഇപ്പൊ തരാം. എന്താ അച്ഛാ? ഫോൺ എടുക്കുന്നില്ല. മോള് വന്ന് ശാരദേ, ഒന്നും ഇങ്ങോട്ട് വാ. ആ മോളെ, വട്ടിയുടെ ചാവി എടുത്തേ. ചേട്ടൻ ഇങ്ങോട്ട് ഈ നേരത്ത്? ശ്വേത ദൂരം വന്നില്ലെന്നേ. ഞാന് ബസ് സ്റ്റോപ്പ് വരെ പോയി നോക്കിയിട്ട് വരാം. നീ ഇവിടെ ഇരിക്കേ. ചാവി നീ ഇവിടെ? ഞാനും പോവാ അച്ഛൻ്റെ കൂടെ. രാത്രിയില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്വേതമോള് വരെ കോളേജിൽ നിന്ന് എത്തിയില്ലെന്നേ. വഴിയൊക്കെ ഭയങ്കര ഇരുട്ടല്ലേ. സമയം 9:30 ആയല്ലോ ഇപ്പൊ. 9:30? അതെ മാഷേ, ലാസ്റ്റ് ബസ് പോയി കഴിഞ്ഞല്ലോ. ബസ് പോയാ? 10 മിനിറ്റ്. ഞാൻ എന്നാലും കോളേജ് വരെ പോയി നോക്കാം. വാ മോളെ. അദ്ദേഹം നമ്മുടെ ശ്രീധരൻ മാഷല്ലേ? അതെ, മാഷിപ്പോൾ ഒറ്റയ്ക്കാ. 2 പെൺകുട്ടികളാ മാഷി. അപ്പോൾ അവരുടെ അമ്മ? അവർ നേരത്തെ മരിച്ചുപോയി, വളരെ ചെറുപ്പത്തിൽ. പിന്നെ 2 കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ജീവിക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ച മാഷ കാര്യം ആലോചിക്കാൻ വയ്യ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മഴ വരുന്നുണ്ട്, നമുക്ക് പോവാം. മോള് വരെ കോളേജിൽ നിന്ന് എത്തിയിട്ടില്ല. കൂട്ടുകാരികൾ വീട്ടിലെത്തിയിട്ടില്ല. ഇത് ഇവിടെ ഇങ്ങനെ അവിടെ ആരുമില്ല. എല്ലാ കുട്ടികളെയും പുറത്താക്കിയിട്ട് ഞാൻ ഗേറ്റ് അടിച്ചത്. പിന്നെ എവിടെ പോയി അന്വേഷിക്കണ്ട മോളെ? അവിടെ സാറ് ടെൻഷൻ അടിക്കണ്ട, കൊച്ചു വീട്ടിലെത്തിയിട്ടുണ്ടാവുന്നു. ഈ മഞ്ഞത്ത് കൊച്ചിനെ കൊണ്ട് വെറുതെ സാർ വീട്ടിലോട്ട് പോയി. എവിടെ എന്തായി? എല്ലായിടത്തും നോക്കിയോ? കോളേജിലൊക്കെ നോക്കിയോ? ഞാൻ പോയിട്ട് നാളെ വരാം. കുട്ടികളെ ഒറ്റയ്ക്കാൻ വീട്ടിലേക്ക്. നീ ഇവിടെ ഉണ്ടാവില്ലേ? ഞാൻ അവിടെ എത്തിയിട്ട് ഫോൺ ചെയ്യാം. ശരി ശരി.
കേസില് ഐ വോണ്ട് ടു ആസ്ക് യു സംതിങ്. നിങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോൾ ശ്വേത ഇവിടെ വന്നിരുന്നോ? ഐ എം കൺഫ്യൂസ്ഡ്. ശ്വേതയുടെ തിരിച്ചുവരവ്, മഹാദേവൻ്റെ കിഡ്നാപ്പ്, പഴയ അൺസെറ്റിൽ കോളേജ് ഇഷ്യൂസ് തീർക്കാനാണെന്നൊരു ഡൗട്ട്. രണ്ടുപേരും ഹെഡ് സ്ട്രോങ് റൈവൽസ് ആയിരുന്നു കോളേജിൽ. നല്ല വാശിക്കാരായിരുന്നു രണ്ടാളും. മോളെ ദാ, ചായ എടുക്കട്ടെ. ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ വാട്ട്സ് ദ മാറ്റർ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ, ഇറ്റ്സ് ഫ്രോം സേഫ്. ദീപൻ, ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യാം. ഡു എ ഫോളോ അപ്പ് ആൻഡ് ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനി ബാക്കപ്പ്. ഇത് സേഫ് എന്നാണല്ലോ. അരുന്ധദാസിൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്. ആപ്ലിക്കേഷൻ അപ്പോൾ ലൈവായി. റിയലി ഹാപ്പി ഫോർ ഹർ. അരുന്ധതി ദാസ്, സോഷ്യൽ ആക്ടിവിസ്റ്റ്. ഡോക്ടറിന് അവരറിയോ? യെസ്, വെരി വെൽ. കഴിഞ്ഞ 3 വർഷമായി ഏകദേശം ഒരു 20ഓളം പ്ലാസ്റ്റിക് സർജറീസ് ആസിഡ് അറ്റാക്ക് വിക്ടിംസിന് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഷീസ് എ ട്രൂ ഹ്യൂമാനിറ്റേറിയൻ. അഡ്വാൻസ് സർജറീസ് വരെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു വലിയ ഓർഗനൈസേഷൻ്റെ ഹെഡാണ് ഇരുന്നത്. ഇതിനൊക്കെ ഫണ്ട്സ് എവിടെ നിന്ന്? എന്താ അവരുടെ സോഴ്സ്? പബ്ലിക് ഡൊണേഷൻസ്, CSR ആൻഡ് പോലീസ് സംശയം. ഏയ്, അങ്ങനൊന്നുമില്ല. എവിടെ അവരുടെ നാട്? ഷീസ് ഫ്രം കണ്ണൂർ. പെർമനന്റ് അഡ്രസ് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫയലിൽ നിന്ന് കിട്ടും. ബട്ട് വൈ? ജസ്റ്റ് ക്യൂരിയസ്. ഇപ്പൊ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ. ചായ തണക്കും. വരൂ.